മറ്റാരുടെയെങ്കിലും കാറൊന്നും തൊട്ടെന്ന് ഓർത്തുന്നില്ല, നമ്മളെ ഞാൻ കൊല്ലുവോ? എന്നാൽ കൊല്ലും, വെടിവെച്ച് കൊല്ലും. കഴിഞ്ഞ കൊല്ലം 2025 ഏപ്രിലിൽ അമേരിക്കയിലെ ടെക്സസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലെ ഡാളസ് എന്ന് പറഞ്ഞ സിറ്റി, അതായത് ഞാൻ താമസിക്കുന്ന സിറ്റിയിൽ നടന്ന ഒരു കൊലപാതകമാണിത്. ഡാളസിൽ നിന്ന് ഏകദേശം 3-4 മണിക്കൂർ ദൂരെയുള്ള വേറൊരു സിറ്റിയാണ് ഹ്യൂസ്റ്റൺ. അവിടെ റിയൽ എസ്റ്റേറ്റ് ഏജന്റായിട്ട് വർക്ക് ചെയ്യുന്ന സ്ത്രീയാണ് 28 വയസ്സുള്ള ആഷ്ലി. പുള്ളിക്കാരി കഴിഞ്ഞ കൊല്ലം ഏപ്രിലിൽ ഡാളസ് വിസിറ്റ് ചെയ്യാൻ വരുന്നു. അന്ന് വൈകുന്നേരം ഡാളസിലെ മെയിൻ സ്ട്രീറ്റിൽ കൂടെ ഈ ആഷ്ലിയുടെ കൂട്ടുകാരൻ 36 വയസ്സുള്ള വില്യമും കൂടെ റോഡ് സൈഡിൽ കൂടെ നടക്കുമായിരുന്നു. അപ്പം അവരുടെ ഓപ്പോസിറ്റ് വേറൊരു മെഴ്സീഡീസ് ബെൻസ് കാർ വരുന്നുണ്ട്. ആഷ്ലിയുടെ കൂട്ടുകാരൻ വില്യം എന്നാ ചെയ്ത്, ആ കാറ് പോകുന്ന വഴി കൂടെ ഇവൻ ആ കാറെല്ലാം തൊട്ടു പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ തൊട്ടതല്ല, കാർ ഓടിക്കൊണ്ടിരിക്കുന്നു, ഇവർ നടന്നുകൊണ്ടിരിക്കും. കാറിൽ കൈ ഇങ്ങനെ നിറച്ചു, ഒന്ന് ബ്രഷ് ചെയ്ത് വിട്ടു. കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് 34 വയസ്സുള്ള കെൻഡ്രിക് എന്ന് പറഞ്ഞ ഒരാളാണ്. കെൻഡ്രിക്ക് കാർ ചവിട്ടി നിർത്തുന്നു, ഒരു ഗണ്ണുമായിട്ട് ചാടി പുറത്തിറങ്ങുന്നു. ഇപ്പുറത്തെ സൈഡിൽ ആഷ്ലിയുടെ ഫ്രണ്ട് വില്യം ഇത് കണ്ടതോടനെ വില്യമിന്റെ കയ്യിലും ഗണ്ണുണ്ട്. വില്യമിന്റെ ഗണ്ണ് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് കെൻഡ്രിക്ക് തുരുതുരാ വെടിവെച്ചു. ഏകദേശം മിനിമം 8 പ്രാവശ്യങ്ങളും വെടിവെച്ചെന്നാണ് പോലീസ് റിപ്പോർട്ട്. അതിൽ 2 എണ്ണം ആഷ്ലിക്കിട്ട് കൊണ്ടു, 1 വില്യമിട്ട് കൊണ്ടു. ആഷ്ലി അപ്പം തന്നെ താഴെ വീണു. ആഷ്ലി അവിടെ വെച്ച് മരിക്കുന്നു. വില്യം സർവൈവ് ചെയ്തു. ഈ കേസ് ഇപ്പോഴും കോർട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇവിടെ കാണാം ആഷ്ലിയും ഫ്രണ്ട് വില്യം കൂടെ റോഡിൽ കൂടെ നടക്കുക. ഇപ്പോൾ ശ്രദ്ധിച്ച് നോക്കിക്കോണം, ഇവരുടെ ഓപ്പോസിറ്റ് ഒരു വൈറ്റ് മെഴ്സിഡീസ് കാർ വരുന്നു. വില്യം കയറി ദേവത്തെ തൊടുന്നു. തൊട്ട ഉടനെ കാറ് ചവിട്ടി നിർത്തി കാറിൽ നിന്ന് കെൻഡ്രിക്ക് ചാടി ഇറങ്ങി. കെൻഡ്രിക്കിൻ്റെ കയ്യിലെ ഗണ്ണ് കണ്ടപ്പം വില്യമിൻ്റെ കയ്യിൽ ഗണ്ണും എടുത്തു. പക്ഷെ ആ സമയത്ത് തന്നെ കെൻഡ്രിക്കിൻ്റെ കൈ കണ്ടിരിക്കുന്നുണ്ടോ, അവൻ തുരുതുരാ വെടിവെക്കും. വെടിവെക്കുന്നു. ആഷ്ലി താഴെ വീണു. വില്യം തിരിച്ച് വെടിവെച്ചു, കാര്യമൊന്നുമില്ല. ഇപ്പോൾ വില്യം വീണടങ്ങുന്ന ആഷ്ലിനെ സൈഡിലോട്ട് മാറ്റി കിടത്തുക. എന്തൊരവസ്ഥയാന്ന് നോക്കി. കാറിലൊന്ന് തൊട്ടെന്ന് പറഞ്ഞുകൊണ്ട് കാറിൽ നിന്ന് അവൻ ചാടി ഇറങ്ങി വെടിവെക്കാൻ വേണ്ടി. അപ്പൊ അവന്റെ ജീവിതം പോയി, അവള് മരിക്കുകയും ചെയ്തു. ഇനി അത് പോട്ടെ, ആ മരിച്ച ആഷ്ലിയുടെ കൂട്ടുകാരൻ, അവൻ ഒരു വെടി ഉണ്ടെങ്കിൽ അവൻ സർവൈവ് ചെയ്തു. പക്ഷെ അവൻ എന്തിനാണ് ആ ഓടിക്കൊണ്ടിരുന്ന കാറൊക്കെ തൊടാൻ പോയത് എനിക്കിപ്പം മനസ്സിലായില്ല. അത് എന്നോട് ശരിയാണെന്ന് വെച്ചാൽ അതും തെറ്റാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിയോ, ഇപ്പം നമ്മൾ ജീവിക്കുന്ന ലോകം, എൻ്റെ പൊന്നോ, ഒരു മനുഷ്യനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്താ അടുത്ത നിമിഷം അവർ ചിന്തിക്കുന്നത് ചെയ്യാൻ പോകുന്നു നമുക്കൊന്നും ഒരു പിടിയില്ല. അതുകൊണ്ട് ഒരു ലെസനെ വിൽക്കുന്നുള്ളൂ, കണ്ടവന്റെ കാറെ തൊടാൻ പോകരുത്. നീ തൊടണമെങ്കിൽ സ്വന്തം കാറെ തൊട്ടോ. നീ സ്വയമേ തൊടാൻ കാറില്ലെങ്കിൽ തൊടാൻ പോകരുത്.